പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് തനിക്ക് എന്നുള്ളത് തുറന്നടിക്കുകയാണ് റോഷി അഗസ്റ്റിൻ. ഇടുക്കിയിൽ നിന്നുള്ള നിയമസഭാ അംഗമായിട്ടുള്ള റോഷി അഗസ്റ്റിൻ മനസ്സില്ലാ മനസ്സോടെ തന്നെയാണ് ഇടതുപക്ഷവുമായി സഹകരിക്കാൻ തുടങ്ങിയത്. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേവലം 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ച് കയറിയതെങ്കിൽ പോലും പാർട്ടിയുടെ നിലനിൽപ്പ് അപകടത്തിലായപ്പോൾ UDFിൽ അഭയമില്ല എന്ന് കണ്ടപ്പോഴാണ് ഇടതുപക്ഷത്തേക്ക് അടുത്തത്. എന്നാൽ അത് വലിയ പണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് റോഷി തന്നെ സ്വയം സമ്മതിക്കുകയാണ്. വേണ്ടി വന്നാൽ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. LDFുമായി സഹകരിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഉണ്ടാകില്ല, അതായത് നിയമസഭയിൽ ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു റോഷി അഗസ്റ്റിന്. അത്രയേറെ ജനവിരുദ്ധ വികാരമാണ്. സ്വന്തം മണ്ഡലത്തിലെ ആളുകൾ പോലും വളരെയധികം ദേഷ്യത്തോടുകൂടി പെരുമാറുന്നു എന്നതാണ് റോഷി അഗസ്റ്റിൻ ഏറ്റവും ആശ്ചര്യത്തോടെ കാണുന്ന ഒരു പ്രത്യേകത. തന്നോട് ഇത്രയും കാലം അടുപ്പം സൂക്ഷിച്ചവർ പോലും പലരും ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ അകറ്റി നിർത്തുന്നു. പൊതുപരിപാടികളിൽ ആൾക്കൂട്ടം കുറയുന്നു എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങിയിട്ട് കാലം കുറയായി. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ജലവകുപ്പ് മന്ത്രിയായതിനു ശേഷം റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ സ്വന്തം പോപ്പുലാരിറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ വലിയ വിഷമത്തിലാണ് എന്നുള്ളത് സത്യമാണ്. ഇടുക്കിയിൽ തന്നെ ജയിപ്പിച്ചുകൊണ്ടിരുന്നത് പരമ്പരാഗതമായി കോൺഗ്രസ് കൂട്ടം കൂടിയാണ്. അതിൻ്റെ അഭാവം വലിയ രീതിയിൽ പ്രശ്നം സങ്കീർണമാകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷം വലിയ തോതിൽ തന്നെ കാലുവാരാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് റോഷി UDFിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. വേണ്ടി വന്നാൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കും എന്ന രീതിയിൽ തന്നെയാണ് റോഷിയുടെ പെരുമാറ്റം. തിരുവല്ല MLA ആയിട്ടുള്ള മാത്യു ടി തോമസിനും ജനതാദൾ എസ് വിട്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം കൃഷ്ണൻകുട്ടി മന്ത്രി ഒരു രീതിയിലും പാർട്ടിയുടെ നയരൂപീകരണ ചർച്ചയിൽ തന്നെ പങ്കെടുപ്പിക്കാൻ സമ്മതിക്കാതെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അദ്ദേഹം നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ LDFിൽ അസ്വസ്ഥരായി തുടരുന്ന നിരവധി നേതാക്കൾ ഉണ്ട്, MLAമാരുമുണ്ട്. കുന്നത്തൂർ MLA ആയ കോവൂർ കുഞ്ഞുമോൻ UDFിലേക്ക് പോകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. ആന്റണി രാജുവും അത്തരത്തിലേക്ക് നീങ്ങുകയാണ്. ഇടക്കാലത്ത് വെച്ച് തോമസ് ചാണ്ടി 100 കോടിയോളം വാഗ്ദാനം ചെയ്ത് കോവൂർ കുഞ്ഞുമോനെയും ആന്റണി രാജുവിനെയും UDFിലേക്ക് എത്തിക്കാനൊരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ള ആരോപണം അതിശക്തമാണ്. ഇത് അദ്ദേഹം നിരസിച്ചുവെങ്കിലും ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നാണ് പല LDF നേതാക്കളും തുറന്നടിച്ചത്. ഇത്തരത്തിലുള്ള പ്രശ്ന സങ്കീർണമായ അവസ്ഥ ഇതിനു മുമ്പും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത്രമേൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ എന്ന മറുചോദ്യം പ്രസക്തമാവുകയാണ്. ഏതായാലും റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം UDF പാളയത്തിൽ നിൽക്കുന്നതാണ് സേഫ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 20,000-ലേറെ വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസിന് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് തന്നെ റോഷി കൃത്യമായി മനസ്സിലാക്കുന്നു UDF സഹകരണത്തോടെ പോകുന്നതാണ് ഭാവിക്ക് നല്ലത് എന്നത്.